ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയുടെ ബർത്ത്ഡേ രാത്രി 12 മണിക്ക് ശേഷം ഗംഭീരമായി ആഘോഷിച്ചു കേട്ടോ. കാരണം സുധീഷാണെങ്കിൽ 2 കേക്കാണ് കൊണ്ടുവന്നത്. ആദ്യം എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു കേക്ക് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞൊരു ഹാർട്ടിൻ്റെ പടമുള്ള കേക്ക് പ്രത്യേകം വാങ്ങി വന്നിരുന്നു. അത് നിധിക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. മേശപ്പുറത്ത് മെയിനായിട്ടുള്ള ഒരു കേക്കും മറ്റേത് മേശയുടെ താഴെ തറയുമാണ് വെച്ചിരുന്നത്. അങ്ങനെ എല്ലാവരും വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ഇവിടുത്തെ സന്തോഷമൊക്കെ കണ്ടിട്ട് ഭാസ്കരൻ അങ്ങോട്ട് വരാണ്. എന്താണ് ഈ പാതിരാത്രി ഇവിടെ ഒരു ബഹളം? അച്ഛാ, അതിന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, കേക്ക് കട്ട് ചെയ്തു. അത് ശരി, അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പാട്ടും ഡാൻസും ഒക്കെ നടത്താമല്ലേ എന്നെ വിളിക്കാതെ? അല്ല, അച്ഛൻ ഉറങ്ങാമെന്ന് കരുതി. അതിനിപ്പോൾ എന്താ, എന്നെ കൂടെ വിളിച്ചെങ്കിൽ ഞാനും കൂടെ വന്നിരിക്കില്ലേ? അങ്ങനെ ഒരു കഷ്ണം കേക്ക് അച്ഛനും കൊടുക്കാട്ടോ. എന്തായാലും പിറന്നാളല്ലേ, ഒരു പാട്ട് പാടിയാലോ എന്ന് പറയാണ്. അച്ഛൻ പാടുമോ? പിന്നെന്താ, നിനക്കൊരു പാട്ടല്ലേ പാടണം. അങ്ങനെ സുധീഷിനെ കളിയാക്കിക്കൊണ്ട് നല്ലൊരു പാട്ട് അവിടെ പാടുകയാണ് കേട്ടോ. എല്ലാവരും കൊണ്ട് സുധീഷിനെ ആക്കി കളിയാക്കിയൊക്കെ ചിരിക്കുകയാണ്. കുളമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറി വന്നതെന്നും പറഞ്ഞ് സുധീഷ് നല്ല ദേഷ്യം വരാണ്. എല്ലാവരും ഒന്ന് പോയിട്ട് വേണം അടുത്ത കേക്ക് നമ്മുടെ നിധിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാസ്കരൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അറിയില്ല. കേക്ക് വാങ്ങി കഴിച്ചിട്ട് തിരിഞ്ഞു പോണതും താഴെ ഇരിക്കുന്ന കേക്ക് കണ്ടില്ലായിരുന്നു. അതിലങ്ങോട്ട് ചവിട്ടി കൊടുക്കുകയാണ്. അയ്യോ, താഴെ നിധിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന് കേക്ക് ചവിട്ടി പോയല്ലോ. അങ്ങനെ എല്ലാവർക്കും സങ്കടമായി കേട്ടോ. അച്ഛനും വിഷമായി. എടാ, കഴിക്കാനുള്ള സാധനം കൊണ്ട് മേശപ്പുറത്ത് വെക്കാതെ നീ എന്തിനാണ് തറയിൽ കൊണ്ട് വെച്ചത്? അതുകൊണ്ടല്ലേ കാണാണ്ട് ഞാൻ ചവിട്ടിയത്. അല്ല, അതപ്പോൾ സുധീഷിന് ദേഷ്യം വരാം കേട്ടോ. സുധീഷ് പറയാം, ഞാനത് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന് എൻ്റെ ഹാർട്ടിൻ്റെതായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുവാണ്. നിതീഷിനും ഹരീഷിനും ഒക്കെ വിഷമായി കേട്ടോ. പാവം, എത്ര സന്തോഷിച്ചിരുന്നതാണ്. എന്നാലും കളിയാക്കാൻ കിട്ടിയ അവസരമല്ലേ, അവർ വെറുതെ വിടുമോ? അങ്ങനെയിട്ട് കളിയാക്കുന്നുണ്ട്. അവസാനം ഭാസ്കരനോട് നിധി പറയുന്നുണ്ട്, സാരമില്ല അച്ഛാ, അച്ഛൻ അറിയാണ്ട് ചെയ്തതല്ലേ, എന്തിനാ അതിൻ്റെ അടിയിൽ കൊണ്ടുവച്ചത്? അതുകൊണ്ടല്ലേ അച്ഛൻ കാണാതെ ചവിട്ടിപ്പോയത്. സാരമില്ല അച്ഛാ. എന്ത് ചെയ്യാനും, നല്ലൊരു ദിവസമായിട്ട് ഇനിയിപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ, പോട്ടെ എന്ന് പറഞ്ഞ് പിരിച്ചും വിടുക കേട്ടോ. അങ്ങനെ കാലൊക്കെ വെളിയിൽ കൊണ്ടുപോയി ഭാസ്കരൻ കഴുകണം. ഈ സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ ബർത്ത്ഡേക്കാരിക്ക്? ആരും ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇതെല്ലാം സർപ്രൈസ് ആയിരുന്നല്ലോ. ഇതെല്ലാം സുധീഷിൻ്റെ സർപ്രൈസാണ്. ഗിഫ്റ്റ് തരാൻ ഒന്നുമില്ല മോളെ എന്നിങ്ങനെ സുമേഷ് പറയാം. അതിനിപ്പോൾ എന്താ ഏട്ടാ, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ സുധീഷ് പറയണം, ആര് പറഞ്ഞ് ഗിഫ്റ്റില്ലെന്ന്? നിധിക്കുള്ള ഗിഫ്റ്റ് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ആണോ? ദേ ഇതാണ് ഗിഫ്റ്റ്, വാങ്ങിക്കാൻ പറയാം. അങ്ങനെ നിധി അത് കൈനീട്ടി വാങ്ങിക്കട്ടോ സന്തോഷത്തോടെ. തുറന്ന് നോക്ക്. നിധി അത് തുറന്ന് നോക്കണതും അന്ത വിട്ട് പോവാണ്. കാരണം അതിൽ നല്ല ഭംഗിയുള്ളൊരു സാരി കേട്ടോ. സാരിയായിരുന്നു സുധീഷേ. സാരി കളറൊക്കെ ഇഷ്ടമായോ? പിന്നെ എനിക്കിഷ്ടമുള്ള കളറല്ലേ റെഡ്, നല്ല രസമുണ്ട്. നിങ്ങളിവിടെ നിൽക്കും, ഞാനിപ്പോൾ വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിധി അകത്ത് കയറി പോവാണ് കേട്ടോ. എന്നിട്ട് നിധി ആ സാരി ഉടുത്ത് ഇറങ്ങി വരികയാണ്. ഇത് കാണുമ്പം തന്നെ അത് ഇഷ്ടമായി എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സുധീഷ് അവിടെ കിടന്ന് ഭയങ്കര ഡാൻസും ആട്ടവും പാട്ടും ഒക്കെയാണ്. അങ്ങനെ ഹരീഷ് ചോദിക്കുന്നുണ്ട്, ഇയാൾക്കിത് എന്താ, വട്ടാണോ? വട്ടായി കാണും. ഏട്ടത്തി കൊള്ളാമെന്ന് പറഞ്ഞില്ലേ, കേക്കൊക്കെ കഴിച്ചില്ല, അതിൻ്റെ സന്തോഷമാണ്. അത് കഴിഞ്ഞിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ നിധി ഇതായ രാവിലെ ആകുമ്പോഴത്തേക്കിനും നല്ല സുധീഷ് വാങ്ങിച്ചു കൊടുത്ത സാരിയൊക്കെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി വരണം മുന്നിൽ നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് സുധീഷിനോട് ചോദിക്കുക. സുധീഷ് ചോദിക്കണേ, എന്നോടാണോ നീ ചോദിച്ചത്? സാരി വാങ്ങി തന്ന സുധീഷല്ലേ, അപ്പോൾ സുധീഷിനോടല്ലേ ഞാൻ ചോദിക്കേണ്ടത്? പിന്നെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ സുമേഷ് പറയാം, മോളെ സാരിയിൽ മോള് സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല ചേരുന്നുണ്ട് മോൾക്ക് ഈ സാരി എന്ന് പറയാം. സുധീഷിന് ഇതുപോലൊരു അഭിമാനമില്ല, അത്രയ്ക്ക് സന്തോഷം. അപ്പോൾ നിധി പറയാം, എന്തായാലും ഈ സാരി കൊടുത്ത് തന്നെ ഞാനിന്ന് ഓഫീസിൽ പോകുന്നു. അതും കൂടെ കേൾക്കുമ്പോൾ പിന്നെ സുധീഷ് തല ഇറങ്ങിപ്പോയി കേട്ടോ മൊത്തത്തിൽ. അങ്ങനെ അവിടെ കിടന്ന് ആട്ടവും പാട്ടവും ഒക്കെ തന്നെയാണ്. ഹരീഷും നിതീഷും കൂടെ എടുത്തിട്ട് വാരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സുമേഷ് ലഞ്ചും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാനാണ്. നിധി ആ സാരി തന്നെ ഉടുത്ത് നല്ല ഓഫീസിലേക്ക് പോവാണ്. ഓഫീസിൽ ചെന്നിരുന്നിട്ട് നിധിക്ക് വല്ലാത്തൊരു ടെൻഷൻ. കാരണം ഡിവോഴ്സിന് കൊടുത്തപ്പോഴത്തേക്കും ആ പോലീസുകാരനെ അറിഞ്ഞിട്ട് വരട്ടിയില്ലേ, അതിന് പോകരുതെന്ന്. അതിനെ അറിയണം. ഇതെങ്ങനെയാണ് ഈ പോലീസുകാരനെ അറിയണത്? ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. എന്തായാലും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് ഗോപി സാറ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളൂ, ഞാൻ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഓഫീസിലെ സാറിനോട് നിധി ചോദിക്കുകയാണ്, സാർ ഞാനിന്ന് നേരത്തെ ഇറങ്ങിക്കോട്ടെ, എനിക്കൊരു ആവശ്യമുണ്ട്, സിറ്റി വരെ പോകണം. പൊക്കോ, കുഴപ്പമില്ല, ഇവിടെ ജോലികളൊക്കെ ഏൽപ്പിക്കുന്നത് കൃത്യമായിട്ട് ചെയ്ത് തീർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പോവാമല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ സിറ്റിയിലായിട്ട് ചെറിയൊരു ആവശ്യമുണ്ട്, നമ്മുടെ ഇവിടുത്തെ ഒരു ആവശ്യമായിട്ട് പോവേണ്ടതാണ്. പിന്നെ നിധി അങ്ങോട്ടാണെങ്കിൽ ഞാൻ നിധി അവിടെ വിട്ടാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ അല്ലാതെ പൊക്കോളാം. ഇതിക്ക് എൻ്റെ കൂടെ വരാൻ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കൊരു പ്രശ്നമില്ല, പിന്നെന്താ, വന്നോ എന്നും പറഞ്ഞുകൊണ്ട്
വിളിച്ചും കൊണ്ട് നിധിയെയും കൂടെ കൂട്ടി പോവാട്ടോ കാറിൽ. പോകുന്ന വഴി നിധി വല്ലാണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്നൊക്കെ. ഏയ് ഒന്നുമില്ല, ഇനി എന്നാ നിധിയുടെ വീട്ടിലേക്ക് പോവുക, തക്കലയിലേക്ക്? അത് ഇനി പോകണം, കുറച്ച് സമയം എടുക്കും. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നിധിക്കൊരു ഫോൺ വരിക. നിധിയുടെ ഒരു ഫ്രണ്ട് വിളിക്കുക കേട്ടോ. പുള്ളിക്കാരി വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ പറയാനുണ്ട്, കേക്ക് കട്ട് ചെയ്തു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നിധി ഫോണിൽ കൂടെ പറയുകയാണ് കേക്കൊക്കെ രാത്രി 12 മണിക്ക് തന്നെ കട്ട് ചെയ്തല്ലോ, ഏറെ ആഘോഷങ്ങളൊന്നുമില്ല. ശരി എന്നാൽ ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്, നിന്നെ ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാം കേട്ടോ. അങ്ങനെ നിധിയുടെ ബോസ് ചോദിക്കുന്നുണ്ട് ബർത്ത്ഡേ ആയിരുന്നോ നിധിയുടെ, എന്താ ഇപ്പോൾ ഓഫീസിൽ പറയാത്ത, ഞങ്ങൾ നല്ലപോലെ ആഘോഷിക്കാറുന്നല്ലോ. ഓ അതൊന്നും വേണ്ടെന്നേ, കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ മുട്ടായിയൊക്കെ വാങ്ങിത്തരാനും ആഘോഷിക്കാനും ഒക്കെ എന്നിങ്ങനെ നിധി പറയുന്നുണ്ടെങ്കിലും അയാളൊരു ബേക്കറിയുടെ മുന്നിൽ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഒരു പെട്ടി നിറച്ച് ചോക്ലേറ്റ് വാങ്ങി നിധിക്ക് കൊടുക്കുകയാണ്. അപ്പം നിധി അത് വേണ്ടാന്ന് പറയണില്ല, ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം കേട്ടോ. സാരമില്ല, നിധി അത് വാങ്ങിക്കുന്ന ബർത്ത്ഡേ അല്ലേ. ശരി എന്നിട്ടൊരു പോലീസ് സ്റ്റേഷന് മുന്നിലെത്തുമ്പോൾ നിധി പറയാനുണ്ട് എന്നെ ഇവിടെ വിട്ടാൽ മതിയെന്ന്. പോലീസ് സ്റ്റേഷനിൽ എന്തിനാ ഇറങ്ങണേ? അതല്ല, ഇവിടെ എൻ്റെ ഒരു കസിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കൊന്ന് കാണണം. എന്നാൽ പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഞാൻ തന്നെ പിക്ക് ചെയ്തുകൊണ്ട് പോവാം. അത് വേണ്ട സാർ, അതിനിപ്പോൾ എന്താ, ഏകദേശം നിധി ഇറങ്ങുന്ന സമയത്തായിരിക്കും ഞാനും തിരിച്ചു പോകുന്നത്. എൻ്റെ കൂടെ വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല. ശരി ഓക്കെ പറയാട്ടോ. അങ്ങനെ നിധിയാണെങ്കിൽ നേരെ അകത്തേക്ക് ചെല്ലാണ്. ഗോപി സാറുണ്ട്, നല്ല തിരക്കിലാണ്, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. നിധിക്ക് ആ പോലീസ് സ്റ്റേഷനും പരിസരങ്ങളൊക്കെ കാണുമ്പോൾ പഴയ ഓർമ്മ വരും കേട്ടോ. അന്ന് ആ പാതിരാത്രി സുധീഷിൻ്റെ കൈയും പിടിച്ച് ഇവിടെ വന്ന് കയറുന്നതും അച്ഛൻ വരുന്നതും പ്രശ്നമാവുന്നതും അടികളാവുന്നതും അവസാനം നിവർത്തി കിട്ട അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോലീസുകാർ താലിയും മാലയും കൊടുത്ത് സുധീഷിനെ കല്യാണം കഴിക്കുന്ന ആ ഒരു രംഗം വീണ്ടും നിധിയുടെ മനസ്സിലേക്ക് ഓർമ്മ വരുവാണ്. അങ്ങനെ നിധി ആകെ ഡെസ്പായി പോയി. എന്നിട്ട് പിന്നെ പതിയെ അകത്തേക്ക് കയറി ചെന്ന് ഗോപി സാറിനെ കാണാൻ കേട്ടോ. അപ്പോൾ ഗോപി സാറിനോട് ചോദിക്കും സാർ എനിക്കൊരു പ്രത്യേക കാര്യം ചോദിക്കാനുണ്ട്, അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എന്താ കുട്ടി ചോദിച്ചോളൂ. ഞാൻ ഡിവോഴ്സിന് പോകുന്ന കാര്യമൊക്കെ സാർ ഇത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുക കേട്ടോ. അതിപ്പോൾ എങ്ങനെയെങ്കിലും അറിയട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ആ ചെയ്യുന്നത് ശരിയാണോ? കൊച്ചേ, അന്ന് രാത്രി നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ ഓടി വന്നതും നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തി തന്നതും. ആ പയ്യൻ എന്തോ ഒരു അടി കൊണ്ടു നിനക്ക് വേണ്ടിയിട്ട്, അതെങ്കിലും നീ ഒന്ന് ഓർക്കണ്ടേ? ഇപ്പം എന്താ നിനക്ക് അവനെ വേണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ നിധി പറയാം അതുകൊണ്ടല്ല, നമുക്കത് സെറ്റ് ആവുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല ഒരുമിച്ച്, അതുകൊണ്ട്. അതാ ഞാൻ ചോദിച്ചാൽ അവൻ നിന്നെ അടിക്കാറുണ്ടോ? അതോ വീട്ടിൽ നിനക്ക് സ്വൈര്യം തരുന്നില്ലേ, സമാധാനം തരുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല. പട്ടിണി കിടുന്നുണ്ടോ? അയ്യോ അങ്ങനെയൊന്നുമില്ല, അവരൊക്കെ നല്ല ആളുകളാണ്. ഇത്രയും നല്ല ആളുകളോ? എന്നിട്ടാണോ നീ ഇങ്ങനെ ബന്ധം വേണ്ടാന്ന് പറയണത്? അപ്പോൾ തന്നെ അവിടെ വേറൊരു പോലീസുകാരൻ വരിക കേട്ടോ. അപ്പോൾ ആ പോലീസുകാരൻ വന്നു ഇതേതാ കുട്ടി? അല്ല ഇതറിയില്ലേ നിനക്ക്? നിധി ഒരു ദിവസം രാത്രി ഇവിടെ ഒരു പയ്യനും ഈ പെൺകുട്ടിയോട് കയറി വരിക, അതിൻ്റെ അച്ഛൻ വന്ന് ബഹളം ഉണ്ടാക്കിയൊക്കെ ചെയ്തില്ലേ, നമ്മളല്ലേ ഇവിടെ കല്യാണം നടത്തി കൊടുത്തതെന്ന് അയാളോട് പറയാട്ടോ. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. ഈ കുട്ടിയായിരുന്നല്ലേ, എന്താ ഇപ്പോൾ വന്നത്? ഇപ്പം ഡിവോഴ്സ് വേണമെന്നാണ് പറയുന്നത്. അയ്യോ കല്യാണം കണ്ട് 6 മാസം ആയില്ലല്ലോ കൊച്ചേ, ഇത്ര പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്നാണ് പറയുന്നത്. അല്ല അത് നമുക്കത് സെറ്റായി പോകുന്നില്ല, ജീവിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അതിന് വേണ്ടിയിട്ടാണ് ആ പയ്യൻ എന്തുമാത്രം അടി കൊണ്ടു കൊച്ചിന് വേണ്ടിയിട്ട്. അപ്പം തന്നെ നിധി അങ്ങ് വല്ലാതാവുക കേട്ടോ. ആ പയ്യൻ ഇപ്പോഴും കൊച്ചിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൻ തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കാര്യം പറയുന്നത്, അവരുടെ വായിന്ന് അറിയാട്ടോ. അതോടുകൂടി നിധി ആകെ പെട്ടുപോയി. അപ്പോൾ സുധീഷ് തന്നെയാണ് കള്ളൻ, കപ്പലിൽ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്